ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല, കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. ചെറുപ്പകാലത്ത് എപ്പോഴോ എങ്ങനെയോ കയറിക്കൂടിയതാണ് ഈ ക്രിക്കറ്റ് ചുരം. തെങ്ങിൽ ആണിയടിച്ചുണ്ടാക്കിയ സ്കോർ ബോർഡും തെങ്ങിൻ മടലിൽ തീർത്ത ബാറ്റും കൊണ്ട് വിരലിൽ എണ്ണാവുന്ന വട്ടം മാത്രമാണ് കളിച്ചിട്ടുള്ളത്. ആസ്വാദനം തന്നെ മുഖ്യ മേഖല. ദൂരദർശൻ്റെ 2 ചാനലും, അതും സൈഡിലുള്ള ബട്ടൺ ഞെക്കി തന്നെയാണ് ചാനൽ മാറ്റം. ട്യൂണിങ് ആകട്ടെ ഒരു അർദ്ധചക്രാകൃതിയിലുള്ള ബട്ടണും. ഇതാണ് എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ TV. ഒരു 3 പേരുടെ ടീമർക്കായിരുന്നു ആൻഡ്രോയിഡ് തിരിച്ചുള്ള സിഗ്നൽ പിടുത്തം. 2013 ഞാൻ ആദ്യമായി ഓസ്ട്രേലിയ വരുന്നത്. സിഡ്നിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റേഡിയം കാണാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. 2017 മെൽബണിലേക്ക് മാറിയത്. അപ്പം മുതൽ MCG ഒരു സ്വപ്നമായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ എന്തിനോ വേണ്ടി കാത്തിരുന്ന സമയം പിന്നെയും പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ 2024 ആ സമയം വൈകി വന്ന വസന്തമായിട്ട് എത്തിയത്. അന്ന് ആദ്യമായിട്ട് MCG അടുത്ത് കാണുമ്പോൾ ഉണ്ടായ ഒരു രോമാഞ്ചിഫിക്കേഷൻ, ഒരു AR റഹ്മാൻ BGM, അതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും ഒരു 4 തവണ കൂടെ പോയി. പക്ഷെ ഇപ്പോഴും ഒരു മിനി രോമാഞ്ചിഫിക്കേഷൻ ഇസ് ഗ്യാരണ്ടീഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദിസ് ബ്യൂട്ടി. സ്ക്വയർ മീറ്റേഴ്സ് വലുപ്പമുള്ള MCG 1853 ആദ്യമായി പണി കഴിപ്പിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പമുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 2ാം സ്ഥാനമാണ് MCGക്കുള്ളത്. ആദ്യത്തേത് എവിടെയാണെന്ന് അറിയാലോ അല്ലേ? ക്രിക്കറ്റ് മാത്രമല്ല കേട്ടോ, ഇവിടെ സോക്കർ, ഫുട്ബോൾ, റഗ്ബി, പിന്നെ കോൺസേർട്സ് ഇതൊക്കെ നടക്കാറുണ്ട്. ഓസ്ട്രേലിയയിൽ ക്രിക്കറ്റ് സമ്മർ സീസണിലാണ് കളിക്കുന്നത്, അതായത് ഒക്ടോബർ ടു ഫെബ്രുവരി. നാട്ടിലെ പോലെയുള്ള പോപ്പുലാരിറ്റി ഒന്നും ഇവിടെ ക്രിക്കറ്റിനില്ല കേട്ടോ. ഇവിടെ ഫുട്ബോൾ അഥവാ ഫുട്ടിയാണ് കൂടുതൽ പോപ്പുലർ. പണ്ടൊക്കെ ഞാൻ കരുതിയത് ഈ പ്ലെയേഴ്സിനൊക്കെ എന്തൊരു സുഖമാണ്, ഫെയിം, മണി, ഫാൻസ്. പിന്നെയല്ലേ മനസ്സിലായത് ഗ്രേറ്റ് പവർ കംസ് വിത്ത് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന ആ ഇൻസൈറ്റ്. ഇവരൊക്കെ ഫുൾ ടൈം ബിരിയാണിയും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് ജീവിച്ചിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് ഈ MCG ബിഹൈൻഡ് ദ സീൻ ഒരു ഞെട്ടിക്കുന്ന ഒരു മൊമെൻ്റായിരുന്നു. ഈ ക്യാൻറ്റീനും ചേഞ്ച് റൂംസ് ആൻഡ് അമ്യൂണിറ്റീസ് ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് എല്ലാവരും പറയുന്ന ലവ് ഫോർ ദ ഗെയിം എന്ന ടേം മനസ്സിലായത്. Often we don't see the burn of a player behind the scenes. All we see is the shine. The view is amazing. ബ്രിട്ടാനിയ ഖാവോ വേൾഡ് കപ്പ് ജാവോ, നിങ്ങളാരും കളിച്ചിട്ടുണ്ടോ ആ ഗെയിം? 90s ബ്രിട്ടാനിയയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഈ ഗെയിം. ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റിൻ്റെ റാപ്പിൽ പോയിൻറ്റ്സ് ഉണ്ടാവും. ഈ പോയിൻറ്റ്സ് കളക്ട് ചെയ്ത് 100 പോയിൻറ്റ്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രാച്ച് കാർഡ് കിട്ടും. അതിലെ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ഈ വേൾഡ് കപ്പ് ടിക്കറ്റ്. അന്നൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ് വാങ്ങി ഈ പോയിൻ്റൊക്കെ കളക്ട് ചെയ്യും. എന്നിട്ടിരുന്ന് സ്വപ്നം കാണും വേൾഡ് കപ്പിൻ്റെ ടിക്കറ്റ് കിട്ടുന്നത്. ഒടുവിൽ ആ സ്ക്രാച്ച് കാർഡ് കിട്ടി സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒന്നും കിട്ടിയില്ല എന്നറിയുന്നൊരു നിമിഷമുണ്ട്.
കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു ഫീല്. ഒറ്റ വാക്കി പറഞ്ഞ Sir Donald George Bradman, the greatest batsman of all time. ഇപ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫ് സൈസ് സ്റ്റാച്ചു ആണ്. ഈ കാണുന്നത് പോലെ വലിയ ഉയരമോ വലിയ ശരീരഭാരമോ ഉള്ള ഒരാളായിരുന്നില്ല അദ്ദേഹം. Of more records than a gramophone company. I try and get as many runs as I possibly can, and if നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ചരിത്രം തിരുത്തി എഴുതി. There is an incredible story behind this most popular photograph. Did you know that? സച്ചിൻ്റെ ബാറ്റിംഗ് സ്റ്റൈൽ തൻ്റെ സ്റ്റൈലിനോട് വളരെ സാദൃശ്യമുള്ളതായിരുന്നു എന്ന് ബ്രാഡ്മാൻ വിശ്വസിച്ചിരുന്നു. It was huge in India. Everybody in India said, right, who's the greatest has ever been? There's Bradman. And now Bradman saying, this kid plays like me? It's probably the greatest compliment any cricketer can get. തൻ്റെ 90ാം പിറന്നാളിന് സച്ചിനെ സർ ഡോൺ ക്ഷണിക്കുകയും തൻ്റെ അഡിലേഡിലെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. There's the one at the Melbourne Cricket Club and another at the South Australian Cricket Association. Well, here it is. It's a special photograph capturing a special time in cricket history. I knew the Tendulkar family had a copy, but I didn't know that Sachin kept so much more Bradman memorabilia. One champion's tribute to another. രണ്ട് രാജ്യം, രണ്ട് കൾച്ചർ, രണ്ട് നിറം. എന്നിട്ടും എത്ര മനോഹരമായാണ് ക്രിക്കറ്റ് എന്ന ഒരൊറ്റ ഗെയിം ഈ രണ്ട് പ്രതിഭകളെ ഒരുമിപ്പിച്ചത്. Warne didn't make it into the official photo, but the photographer got the three of them in a separate shot. The one the Australian papers went with. You're the only one who remains from that photo. Do you miss Shane Warne? Yes. For me, he'll always be there. And I hate using this word was. This is our cricket. 22 yards and infinite emotions. It was a bit like my career. Incredible ride. I had an amazing journey. 1 minute I was one of the lads walking through the members with pies and beers, watching Bay 13. The next minute I was playing for Australia. Cricket, it sort of found me. But you know what? I'm glad it did. And I'll definitely miss this place too.
Absolutely. Thank you so much. No, pleasure. Thank you so much, Don. It was lovely My meeting pleasure. you and, being on tour with you. Okay.